ചരിത്രം കുറിച്ച് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. പ്രേക്ഷകരെ ചേർത്ത് നിർത്തി ചരിത്രം കുറിച്ച് 24. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ 24 സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ജനസഞ്ചയം. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചരിത്ര നിമിഷം ഉദ്ഘാടനം ചെയ്തു. 24 ചെയർമാൻ ആലിംഗൽ മുഹമ്മദ് കാരുണ്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും നടന്നു. ലോകത്താദ്യമായി ഒരു വാർത്താ ചാനൽ സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. അതിൽ പങ്കാളികളായി ചരിത്രത്തിന്റെ ഭാഗമായത് ആയിരക്കണക്കിന് പേർ. രാവിലെ മുതൽ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. പിന്നെയും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2 മണിയോടെ സ്വപ്ന നിമിഷത്തിന് തിരശീല ഉയർന്നു. കാണികൾക്ക് സമ്മാനമായി ആദ്യം വേദിയിലെത്തിയത് 24ലെ അവതാരകരുടെ നൃത്തരൂപം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ദേശലക്ഷ്യം വിവരിച്ച് ഫ്ലവേഴ്സ് MD-യും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ കാണികൾക്കിടയിലേക്ക്. ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ലോകത്തൊരു ടെലിവിഷൻ ചാനലും ചെയ്യാത്തൊരു കർമ്മ പദ്ധതിയാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രേക്ഷകരെ പ്രത്യക്ഷമായി കാണാനും കാണാനും അവരോട് സംസാരിക്കാനും സമ്മതിക്കാനും ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുക സാധാരണഗതിയിൽ അത് നടക്കാത്തൊരു കാര്യമാണ്. പ്രേക്ഷകരും ചാനലും ഒറ്റക്കെട്ടായി മുന്നോട്ടെന്ന് വ്യക്തമാക്കി പ്രതിജ്ഞ. വർണ്ണവർഗ വ്യത്യാസമോ ജാതിമത ചിന്തയോ കക്ഷി രാഷ്ട്രീയമോ ഇല്ലാതെ 24 കണക്ട് അഖില ലോക തലത്തിൽ സംഘടിപ്പിക്കുന്ന മലയാളി ചങ്ങലയിൽ ഞാനും കണ്ണിയാകുന്നു. പ്രേക്ഷകരാണ് കരുത്തെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. 24 എന്നും മനുഷ്യപക്ഷത്ത് തുടരുമെന്ന് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ്. നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ സമർപ്പണം, അതായത് ഈ ചാനലിനോടുള്ള സമർപ്പണം, അതായത് അതൊരു വിശ്വാസം, സത്യം മാത്രമേ ഇതിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിൽ ആരോഗ്യപരമായ ഒരു മാനസികമായ ആരോഗ്യപരമായ കാര്യത്തിൽ മാത്രമേ ഇത് നയിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായതിൻ്റെ പേരിലാണ് ചാനൽ ഇന്ന് ഇത്രത്തോളം ഉയരാനുള്ള കാരണം. പ്രളയം, ഒരുപാട് കെടുതികളും പലതും നമ്മുടെ നാട്ടിൽ പല സമയങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം 24ൻ്റെ സാന്നിധ്യം നിങ്ങളെല്ലാവരും കണ്ടതാണ്. അത്തരം അവസരങ്ങളിലും അത് ഏറ്റെടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഉള്ള ഒരു വേദിയും കൂടിയാണ് ഈ 24 കണക്റ്റിനെ കാണുന്നത്. പ്രേക്ഷകർക്കിടയിൽ നിന്ന് അവതാരകർ പരിപാടിയുടെ ഭാഗമായി. അവതാരകരും പ്രേക്ഷകരും തമ്മിലുള്ള ചാറ്റ് ഷോയും നവ്യാനുഭവമായി. സ്ഥലം ഞാൻ നൽകുന്നു. പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് നമ്മുടെ ഈ വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് 3 സെന്റ് പുരയിടം കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. എനിക്കൊരു ഓട്ടോമാറ്റിക് ഒരു വീൽ ചെയർ കിട്ടണം. നമ്മളൊരു വീൽ ചെയർ വാങ്ങിച്ചു തരും. കേരളത്ത് വീട് കിട്ടിയത് വലിയ സന്തോഷം. നമ്മുടെ ഇവിടെ വീട് കിട്ടിയ ആളാണ്. വീട് കിട്ടിയ 100 വീടുകളിൽ ഒരെണ്ണം കിട്ടിയ ആളാണ്. അപ്പൊ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. പ്രേക്ഷകർക്കിടയിൽ വാർത്താമുറിയൊരുക്കി ന്യൂസ് ബുള്ളറ്റിൻ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തർക്കങ്ങളിൽ കോൺഗ്രസിന് അതൃപ്തി. വിവാദ പ്രസ്താവനകൾ പാടില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഫ്ലവേഴ്സ് 24 കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ, കാരുണ്യ പദ്ധതികളുടെ പ്രഖ്യാപനം എന്നിവ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു. 24 കൊച്ചി. ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. 24 വാർത്താ അവതാരകരുടെ പ്രകടനത്തോടെയാണ് പ്രേക്ഷക സമ്മേളനത്തിന് തിരശീല ഉയർന്നത്. ഗായകൻ MG ശ്രീകുമാർ, സംഗീത സംവിധായകൻ ശരത്ത്, ഫ്ലവേഴ്സിന്റെ ജനപ്രിയ പരിപാടികളിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളും കലാപ്രകടനങ്ങളുമായി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ കാഴ്ചക്കാരെ ആവേശത്തിലാക്കി. വാർത്താവായനയിലൂടെ മാത്രം കണ്ടുപരിചയമുള്ള 24 അവതാരകരുടെ നൃത്തച്ചുവടുകളാണ് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തെ സ്വാഗതം ചെയ്തത്. മലയാളികളുടെ പ്രിയ ഗായകൻ MG ശ്രീകുമാറും സംഗീത സംവിധായകൻ ശരത്തും പാട്ടുകളിലൂടെ ജനസദസ്സിനെ കയ്യിലെടുത്തു. കാതിൽ തേനോലും
ഫ്ലവേഴ്സിന്റെ ജനപ്രിയ പരിപാടികളായ ടോപ്പ് സിംഗർ, മ്യൂസിക്കൽ വൈഫ് താരങ്ങളും കലാപ്രകടനങ്ങളുമായി വേദിയിൽ നിറഞ്ഞു. നോവുമാറ്റി കരകയറ്റും സ്നേഹിതരം നാം, ദേശം മലയാളം വേർതിരിവില്ലാത്ത നാട്, നാടിന് അഭിമാനം കാത്തിടുന്ന സ്വർഗനാട്, ഇഷ്ടമോടെ അടിച്ചുപൊളി പാട്ടുപാടിയാണ് നടനും അനുകരണ കലാകാരനുമായ ടിനി ടോം അവതരിച്ചത്. പെൺകുട്ടികളെ പീഡിപ്പിച്ച പള്ളിക്കാരും പട്ടക്കാരും വീട്ടുകാരും നാട്ടുകാരും പാർട്ടിക്കാരും പോലീസുകാരും ചവിട്ടിക്കൂട്ടും ഓർത്തോട്ട. സമ്മേളനത്തിനെത്തിയ പ്രേക്ഷകർക്കിടയിൽ നിന്നും ചിലർ പാട്ടുപാടി കയ്യടി നേടി. അതിൽ വൈറ്റിലയിൽ നിന്നെത്തിയ 75-കാരിയുടെ സംഗീതം സമ്മേളനത്തിനെത്തിയവരുടെ ഉള്ളുലച്ചു. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികളിൽ ഇതാ നീ വീണ്ടും ഒരു മിമിക്രി, സംഗീത, നൃത്തപ്രകടനങ്ങളുമായി ഫ്ലവേഴ്സിലെ പരിപാടികളിലൂടെ ശ്രദ്ധേയരായ കലാകാരന്മാരും അഭിനേതാക്കളും സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടി. തീര 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 ചെറുതീര തുള്ളും, തീര 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 മറുതീര തുള്ളും, ചെറുകരയോളം മറുകരയോളം. ഫ്ലവേഴ്സിന്റെ സംഗീത സംരംഭമായ ഫ്ലവേഴ്സ് സിംഫണിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു. എത്രയോ കലാകാരന്മാര്, ബുദ്ധിമുട്ടുന്ന കലാകാരന്മാരുണ്ട്, അവർ കഴിവുള്ള കലാകാരന്മാരുണ്ട്. അവർക്കൊക്കെ ഫ്ലവേഴ്സിൽ അതിനുള്ള തക്കതായി ചെറിയ കുഞ്ഞുങ്ങൾ മുതൽക്ക് പ്രായ ആളുകളും വരെയുള്ള ആളുകൾ, കലാകാരന്മാർക്ക് സന്ദർഭം കൊടുക്കുന്ന ഒരു വേദിയാണ് നമ്മുടെ ഫ്ലവേഴ്സ്. ചരിത്ര സമ്മേളനം വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ എന്നും ഓർമ്മിക്കപ്പെടും. 24 കൊച്ചി. പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ബൃഹത് പദ്ധതിയായ മലയാളി ചെയിന് തുടക്കം കുറിച്ചു 24. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് നിർത്തുകയാണ് ലക്ഷ്യം. കുട്ടികളിൽ ഉണ്ടാകുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രത്യേക ശ്രദ്ധ നൽകും. ജനക്ഷേമം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതികൾ 24 കണക്റ്റിലൂടെ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിക്കുമെന്ന് 24ന്റെ ഉറപ്പ്. കഷ്ടതകളിൽ ആരും തനിച്ചല്ലെന്ന് ഓർമ്മപ്പെടുത്തി ഒറ്റപ്പെട്ടു പോയവർക്ക് താങ്ങാകാനുള്ള 24ന്റെ പദ്ധതി മലയാളി ചെയിന് തുടക്കമായി. കൊച്ചിയിൽ ചേർന്ന 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കുട്ടികളുടെ പ്രമേഹം എന്ന് പറയുന്നത്, ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് വലിയൊരു ശാപമായി മാറിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ 2ാം ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ തന്നെ മെഡിസിൻ എടുത്തുകൊണ്ട് പോകുക, അവർ കൂടെ തന്നെ മെഷീനിലൂടെ മരുന്ന് കുത്തിവെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന അപകടകരമായ കാഴ്ചയിലൂടെ ഒരു 10 ലക്ഷം കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിക് രോഗികളായി. അവരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും 24 കണക്ട് നടത്തുന്നു. കുട്ടികളിൽ ഉണ്ടാകുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിയുള്ള പ്രവർത്തനങ്ങളും 24 ആരംഭിച്ചു. ജനക്ഷേമം ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതികൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തിയാക്കുമെന്നും 24ന്റെ ഉറപ്പ്. സ്വന്തമായി വീടില്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന 24 3 വർഷം കൊണ്ട് 100 വീടുകൾ അർഹതപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചു. ഭവനരഹിതരാണ് എപ്പോഴും നമ്മുടെ നാട്ടിൽ ഏറ്റവും സങ്കടമുള്ള ആളുകൾ. അവർക്ക് വേണ്ടി 100 വീടുകൾ, അതിൽ 5 വീടുകളുടെ പണി ഏതാണ്ട് തുടങ്ങാൻ പോവുകയാണ്. MA യൂസഫ് അലിയാണ് ആദ്യത്തെ 5 വീടുകൾ സംഭാവന ചെയ്ത്. അതുപോലെ നമുക്കെല്ലാം പ്രിയങ്കരായിരുന്ന കൊല്ലം സുധിയുടെ വീടും അവിടെ നിർമ്മാണത്തിലേക്ക്. വനിതകൾക്ക് ആത്മവിശ്വാസം നൽകി സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കുന്നതിന്റെ ഭാഗമായി സ്വയരക്ഷാ പരിശീലനം. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ആദ്യഘട്ടത്തിനും തുടക്കമായി. ലഹരിയിൽ നിന്ന് യുവതലമുറയെ അകറ്റി നിർത്താൻ 24 കണക്റ്റിന്റെ ലഹരിമുക്ത ക്യാമ്പയിൻ. 2 വർഷം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ലഹരി വിമുക്ത സന്ദേശം എത്തിക്കുകയാണ് ലക്ഷ്യം. 24 കൊച്ചി. ചെറുപ്രായത്തിൽ മാതാവിന്റെയും അനിയന്റെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന തിരുവനന്തപുരത്തെ നിഖിൽ വിനോദിന് 24 പ്രേക്ഷക സമ്മേളനത്തിൽ കൈത്താങ്ങ്. നിഖിലിന്റെ പഠനവും മാതാവിന്റെ ചികിത്സാ ചെലവും ഏറ്റെടുക്കുമെന്ന് വേദിയിൽ 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിന്റെ ഉറപ്പ്. ഓട്ടിസ ബാധിതനായ അനുജനെയും രോഗിയായ അമ്മയെയും ചേർത്ത് പിടിക്കുന്ന ഒരു +2 വിദ്യാർത്ഥി. എന്റെ ലൈഫ് ഇവൻ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് തന്നെ എനിക്ക് ഇവനെ എപ്പോഴും ഉപദ്രവിക്കണം. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതിജീവനത്തിന്റെ കരുതലിന്റെ പര്യായമായി മാറിയ 17 വയസ്സുകാരൻ, പ്രതിസന്ധികളെ ചിരിച്ചു തോൽപ്പിച്ച നിഖിൽ വിനോദ്, പാർക്കിൻസൺസ് ബാധിച്ച മാതാവിനും ഓട്ടിസം ബാധിച്ച അനുജന്റെയും ഏക ആശ്രയം. ഇനി നിഖിൽ തനിച്ചല്ല, 24 ഉണ്ട് ഒപ്പം. കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്കും ആലോചിക്കാൻ കഴിയാത്ത രീതിയിൽ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന അപ്പു, അടുക്കളയിൽ ജോലികൾ ചെയ്യുക, ഭക്ഷണം വയ്ക്കുക, ഇതെല്ലാം ചെയ്തിട്ട് ഒരു
ഒരു കളിപ്പാട്ടം പോലും ജീവിതത്തിൽ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു മകനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ നിഖിൽ. നിഖിലിന്റെ പഠനവും മാതാവിന്റെ ചികിത്സാ ചെലവും ഏറ്റെടുത്തുന്ന 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിന്റെ പ്രഖ്യാപനം. ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണിത്. നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് നിഖിലിനെയാണ്. നിഖിലിനെ പോലെ എങ്ങനെ ജീവിതത്തിൽ നേരിടണമെന്ന് നിങ്ങൾ അവനെ കണ്ടുപഠിക്കണം. പ്രതിസന്ധി ഘട്ടങ്ങളെ ചെറുചിരിയോടെ മാത്രം വിവരിക്കുന്ന നിഖിലിന് കരുതലിന്റെ തണലിലേക്ക് ചേർന്നു നിന്നപ്പോൾ വാക്കുകൾക്ക് ക്ഷാമം. ഈ വാർത്ത വരുമ്പോൾ എനിക്ക് അഭിമാനമാണ്. കാരണം ഇവരെ ഞാൻ നോക്കുന്നുണ്ട്, ഇവരെൻ്റെ അമ്മയും അനിയനുമാണ് എന്നെനിക്ക് ലോകത്തോട് വിളിച്ച് പറയാം. അഭിമാനമാണ് എനിക്ക്. നാളെയാണ് നിഖിൽ വിനോദ് പങ്കെടുത്ത ഫ്ലവേഴ്സ് ഒരു കോടിയുടെ എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്യുക. 24 കൊച്ചി. നീതി തേടി പോരാടുന്നവരുടെ പ്രതിനിധിയായി കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി ഹർഷീന 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളന വേദിയിലെത്തി. സാധാരണക്കാരന് നീതിയിലേക്കുള്ള ദൂരം അകലെയാണെന്ന് മനസ്സിലായതോടെയാണ് സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ചികിത്സാ പിഴവിലൂടെ നിരവധി പേരാണ് ദുരിതം അനുഭവിക്കുന്നത്. അവർക്ക് കൂടി വേണ്ടിയാണ് പോരാട്ടത്തിൽ ഉറച്ചു നിന്നതെന്നും ഹർഷീന പറഞ്ഞു. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഹർഷീനയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവം 24 ആണ് പുറത്തുവിട്ടത്. സമൂഹത്തിന് മുന്നിലേക്ക് വിവരം കൊണ്ടുവന്ന 24-ന് ഹർഷീന നന്ദി പറഞ്ഞു. അതുകൊണ്ട് തന്നെ 24-ന് തീർത്താൽ തീരാത്ത ഒരു കടപ്പാടുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് എത്തിയത് 24-ലൂടെയാണ്. അതുകൊണ്ട് തന്നെ സമൂഹം എന്താ പറയുക, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും അത്രയും ആത്മാർത്ഥതയോടുകൂടി എന്നോട് കൂടെ നിന്നു. ഒരിക്കലും നമ്മൾ ആരോഗ്യ പ്രവർത്തകർക്കോ ഡോക്ടേഴ്സിനോ എതിരല്ല, പക്ഷേ ഒരു തെറ്റ് പറ്റിയാൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അത് അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴും ഇതെടുത്തതിന് ശേഷം 1.5 വർഷത്തോളമായിട്ട് പോരാട്ടത്തിലാണ്. ഇനി പൂർണ്ണ നീതിയിലെത്താൻ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്കടിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 2 മലയാളികളടക്കം 3 പേർക്ക് ദാരുണാന്ത്യം, 1 മലയാളി അടക്കം 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മലപ്പുറം സ്വദേശിയായ ബഷീറിന്റെ ഫാമിലാണ് പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. ഫാം ഉടമയടക്കം 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. മനേഷ് മൂർത്തി ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനേഷ്, നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? ഈ അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തത വരുന്നുണ്ടോ ഈ ഘട്ടത്തിൽ മനേഷ്? രജിത്ത്, അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നത്. കാരണം സാധാരണ നിലയിൽ ഇത്തരത്തിൽ അപകടങ്ങൾ നടക്കുമ്പോൾ അത് ഒന്ന് രാസവസ്തുക്കൾ മിശ്രിതം തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ്. തമിഴ്നാട്ടിലേക്ക് സംബന്ധിച്ച് പരമാവധി അപകടങ്ങൾ ആ രീതിയിലാണ് നടന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ പറഞ്ഞതുപോലെ വൈദ്യുതിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന സ്പാർക്കിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാകാം. ഈ 2 കാര്യങ്ങളും എന്തായാലും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി അഗ്നിരക്ഷാ സേനയിൽ നിന്നും അല്ലെങ്കിൽ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണ് ഈ അപകടത്തിനുണ്ടായ ഒരു കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്കാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. വൈകിട്ട് 5:30 കൂടിയാണ് അപകടം ഉണ്ടായിരുന്നത്. 9 പേരാണ് ഈ അപകട സമയത്ത് ഈ പറഞ്ഞ പടക്ക നിർമ്മാണ ശാലയിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ മരിച്ചിട്ടുണ്ട്. ബാക്കി 6 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. അതിൽ 3 പേർ മരിച്ചതിൽ 2 പേർ മലയാളികളാണ്. മലയാളികൾ അത് ഒന്ന് സ്വാമി എന്ന് പറയുന്ന തൊഴിലാളിയാണ്, അതുപോലെ തന്നെ വർഗീസ്. ഈ 2 പേരാണ് അവിടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹസൻ സ്വദേശിയായിട്ടുള്ള ചേതൻ എന്ന് പറയുന്ന ആളും അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഒരു മലയാളി ഉൾപ്പെടെ 6 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ മംഗളൂരുവിലെ വിവിധ ആശുപത്രികളിലാണ് ഇപ്പോൾ നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്നും ആശുപത്രികളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗുരുതരമാണ് ഇവരുടെ പരിക്കുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഗോഡൌൺ, അതായത് ഈ പടക്കം സൂക്ഷിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്ന ആ ഒരു കെട്ടിടം എന്ന് പറയുന്നത് പൂർണ്ണമായും തന്നെ തകർന്ന നിലയിൽ തന്നെയാണ് ഉള്ളത്. 9 പേർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 6 പേരും ഇപ്പോൾ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അപകടത്തിന്റെ കാരണം, സ്ഫോടനത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമായി തന്നെ പറയാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അഗ്നിരക്ഷാ സേനയ്ക്കോ അല്ലെങ്കിൽ പോലീസിനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. മലപ്പുറം സ്വദേശിയായിട്ടുള്ള ബഷീർ എന്നയാളുടെ ഫാമിലാണ് ഈ പറഞ്ഞ രീതിയിലുള്ള പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. അത് അനധികൃതമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവർക്ക് ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസും അഗ്നിരക്ഷാ സേനയും എല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. ആ രീതിയിൽ, അതായത് അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണത്തിലാണ് ഇപ്പോഴും.
എന്തായാലും ഈ ഒരു അപകടത്തിൽ 9 പേരാണ് ആ ഒരു അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അതിൽ 3 പേർ മരിച്ചിരിക്കുന്നു. അതിൽ 2 പേർ മലയാളികളാണ്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ വരുന്ന വിവരങ്ങൾ ആ രീതിയിൽ തന്നെയാണ്. അതിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ശരി, മനീഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു. നിതീഷ് കുമാർ വീണ്ടും ബീഹാർ മുഖ്യമന്ത്രി. മഹാസഖ്യത്തെ വീഴ്ത്തി BJP പിന്തുണയോടെ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നിതീഷിനൊപ്പം 8 MLA-മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സമ്രാട് ചൗധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരാകും. BJP അംഗം നന്ദകിഷോർ യാദവാണ് സ്പീക്കർ. 2024 JDU നാമാവശേഷമാകുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ് പ്രതികരിച്ചു. അത്യന്തം നാടകീയമായ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കാണ് ബീഹാർ ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിച്ചത്. കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന പ്രഖ്യാപിച്ചതിന് പിന്നാലെ പട്നയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വം അവസാനിപ്പിച്ച നിതീഷ് കുമാർ JDU യോഗത്തിന് ശേഷം ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെ കണ്ട് രാജി സമർപ്പിച്ചു. तो हम देख रहे थे तो वही सब लोगों की राय, अपने पार्टी के लोगों की राय, चारों तरफ से राय आ रही थी, तो हमने सब लोगों की बात को सुन लिया. तो इसीलिए आज हमने इस्तीफा दे दिया. अब ये जो भी सरकार थी वो समाप्त कर दिया गया. 1.5 മണിക്കൂറിനകം BJP നേതാക്കൾക്കൊപ്പം ഗവർണറെ കണ്ട് പിന്തുണ കത്ത് നൽകി സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചു. വൈകിട്ട് 5 മണിക്ക് നിതീഷ് 9ാം തവണയും മുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലി. कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ NDA ഘടകകക്ഷി നേതാക്കൾക്കൊപ്പം പങ്കെടുത്തു. ഉപമുഖ്യമന്ത്രിമാരായി സമ്രാട് ചൗധരിയും വിജയ് സിൻഹയും അടക്കം 3 BJP മന്ത്രിമാരും 3 JDU അംഗങ്ങൾ ഉൾപ്പെടെ 8 പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന BJP അംഗം നന്ദകിഷോർ യാദവാണ് സ്പീക്കർ. മഹാസഖ്യത്തിൽ നിന്ന് വരെ മറുകണ്ഠം ചാടാനുള്ള സാധ്യത മുന്നിൽ കണ്ട RJD പ്രതിരോധ നീക്കങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചു. കളി ഇനിയും ബാക്കിയുണ്ടെന്ന് തേജസ്വി യാദവ്. क्या क्या नहीं बोलते थे, कितना काम कर रहे हैं, ये काम हुआ. आज तक कभी नियुक्ति पत्र किसी सरकारों, बिहार सरकार नीतीश कुमार जी को बांटते हुए देखे थे क्या? हम आए तब ना बंटवाना शुरू किए. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ സ്വന്തമാക്കാൻ ലക്ഷ്യം വെച്ചാണ് വൈരമറന്ന BJPയും JDUവും വീണ്ടും കൈകോർത്തത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ തവണ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പുതിയ ചരിത്രം നിതീഷ് കുമാർ പാടലീപുത്രത്തിൽ രചിച്ചപ്പോൾ തകർക്കപ്പെടുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ആത്മാവാണ്. പട്നയിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. അധികാര രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റങ്ങളുടെ സ്പെഷ്യലിസ്റ്റാണ് നിതീഷ് കുമാർ. ജനതാ പാർട്ടിയിൽ നിന്ന് സമതാ പാർട്ടിയിലേക്കും അവിടെ നിന്ന് JDUയിലേക്കും എത്തിയ നേതാവാണ് നിതീഷ്. മുന്നണികൾ മാറി മാറി ഇത് 9ാം തവണയാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. 1974 മുതൽ 1977 വരെ ജയപ്രകാശ് നാരായണനൊപ്പം സോഷ്യലിസ്റ്റ് മൂവ്മെന്റിൽ. 1977 നിതീഷ് കുമാർ ജനതാ പാർട്ടിയിലെത്തി. 1994 ജോർജ് ഫെർണാണ്ടസിനൊപ്പം സമതാ പാർട്ടി രൂപീകരിച്ചു. 1996 BJPയുമായി സഖ്യമുണ്ടാക്കി. 2000 BJP പിന്തുണയോടെ നിതീഷ് കുമാർ ആദ്യമായി ബീഹാർ മുഖ്യമന്ത്രിയായി. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ 8ാം ദിവസം സ്ഥാനമൊഴിഞ്ഞു. 2003 സമതാ പാർട്ടി JDUവിൽ ലയിച്ചതോടെ നിതീഷ് കരുത്തനായി. 2005 JDU NDAയിൽ ചേരുകയും നിതീഷ് കുമാർ 2ാം വട്ടം മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഇത്തവണ 5 വർഷം തികച്ചു. 2010 NDA സഖ്യത്തിനൊപ്പം 3ാം വട്ടം മുഖ്യമന്ത്രിയായി. 2013 UPയിൽ ചേർന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JDUവിനുണ്ടായ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുവെങ്കിലും പാർട്ടി വിശ്വാസമർപ്പിച്ചതിനെ തുടർന്ന് 4ാം തവണയും പദവിയിൽ തിരിച്ചെത്തി. 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDക്കും കോൺഗ്രസിനുമൊപ്പം മഹാഗഡ്ബന്ധൻ സഖ്യമുണ്ടാക്കി അധികാരത്തിലേറി. തേജസ്വി യാദവിനോട് കലഹിച്ച നിതീഷ് 2017 BJP പിന്തുണയോടെ ഭരണം നിലനിർത്തി. 2020 77 സീറ്റ് നേടി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും 43 സീറ്റ് നേടിയ JDU നേതാവ് നിതീഷ് കുമാർ 7ാം തവണ മുഖ്യമന്ത്രിയായി. 2022 ഓഗസ്റ്റിൽ സഖ്യകക്ഷിയായ BJP JDUവിനെ പിളർത്താൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി പദം രാജിവെച്ചു.
2002 80 സീറ്റുള്ള RJDയുടെയും 19 സീറ്റുള്ള കോൺഗ്രസിന്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും പിന്തുണയോടെ മഹാഗഡ്ബന്ധൻ സഖ്യത്തിൽ ചേർന്ന് 8ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി. ഇപ്പോഴിതാ BJP നേരിടുക എന്ന പൊതുലക്ഷ്യത്തോടെ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന്റെ നേതൃപദവി ലഭിക്കില്ല എന്ന് വന്നതോടെയാണ് നിതീഷ് പലവിധ കാരണങ്ങൾ പറഞ്ഞ് BJP പിന്തുണയോടെ ബീഹാറിൽ പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. റിസർച്ച് ഡെസ്ക് 24. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിൽ പര്യടനം പുനരാരംഭിച്ചു. 2 മണിയോടെ ജൽപൈഗുരി ജില്ലയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. യാത്രയിൽ മമതയെ പങ്കെടുപ്പിക്കുവാനുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം ഫലം കണ്ടില്ല. വൻ രാഷ്ട്രീയ നാടകം നടന്ന ബീഹാറിലാണ് നാളത്തെ യാത്ര. ബീഹാറിലെ തിരിച്ചടിയും സീറ്റ് വിഭജനത്തിൽ തൃണമൂലും കോൺഗ്രസും തമ്മിലുള്ള തർക്കവും കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര പുനരാരംഭിച്ചത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയെ യാത്രയിൽ പങ്കെടുപ്പിക്കുവാനുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം വിഫലമായി. രാഹുലിന്റെ യാത്രയ്ക്കെതിരെ വീണ്ടും വിമർശനവുമായി ഹിമന്ത ബിശ്വ ശർമ്മ എത്തി. പോലീസ് റിക്രൂട്ട്മെന്റ് പരീക്ഷ ചൂണ്ടിക്കാട്ടി സിലിഗുഡി ജില്ലയിലെ യാത്രയോടനുബന്ധിച്ചുള്ള പൊതുയോഗത്തിന് പോലീസ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. മാറിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2 ദിവസത്തെ പര്യടനത്തിനായി നാളെ യാത്ര ബീഹാറിൽ കടക്കും. 24 ഡൽഹി. തമിഴ്നാട്ടിൽ DMK മുന്നണിയിലെ ലോക്സഭാ സീറ്റ് വിഭജന ചർച്ച തുടങ്ങി. കോൺഗ്രസുമായി നടത്തിയ പ്രാഥമിക ചർച്ചയിൽ സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായില്ല എന്നാണ് സൂചന. 14 സീറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. DMK ആസ്ഥാനമായ അണ്ണ അറിവാലയത്തിൽ വൈകിട്ടായിരുന്നു ചർച്ച. 1 മണിക്കൂർ നീണ്ട പ്രാഥമിക ചർച്ച വിജയകരമായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. സീറ്റുകൾ സംബന്ധിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതയില്ലെന്നും ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ വൻ വിജയം നേടുമെന്നും കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ്. All our senior colleagues will be with us. We'll be able to move forward on the future of the coming elections. I think everything is looking very positive and pointing in the right direction. 14 സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യം. എന്നാൽ 2019 പോലെ 9 സീറ്റുകൾ നൽകാമെന്ന നിലപാടിലാണ് DMK. 2ാം ഘട്ട ചർച്ചകൾ ഉടൻ നടക്കും. ഘടകകക്ഷികളുമായി സീറ്റ് വിഭജനത്തിനായി രൂപീകരിച്ച സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. TR ബാലു MP യാണ് സമിതി അധ്യക്ഷൻ. 24 ചെന്നൈ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി. 90 നിയമസഭാ സീറ്റിലും ആം ആദ്മി പാർട്ടി മത്സരിക്കും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഈ വർഷം അവസാനമാണ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. हरियाणा का बेटा हूँ, हरियाणा का खून है मेरे अंदर, जेल से डरने वाला नहीं हूँ. इनको कहना चाहता हूँ हरियाणा वालों को डराने की कोशिश मत करना. आज मैं इनको कहना चाहता हूँ ये केजरीवाल को खत्म करना चाहते हैं. मैं ऐलान कर रहा हूँ. तुम मेरे ऊपर मेरे को टारगेट कर रहे हो ना, मैं राजनीति छोड़ दूंगा. मेरी 5 मांगे हैं जो इस देश के लोगों की मांगे हैं. 140 करोड़ लोगों की मांग है. आप मेरी 5 मांग पूरी कर दो, मैं राजनीति छोड़ दूंगा. मैं यहाँ सत्ता के लिए नहीं आया, मैं यहाँ पैसे कमाने नहीं आया, मैं मंत्री मुख्यमंत्री बनने नहीं आया. വാർത്തകളിലേക്ക് വീണ്ടും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ അസാധാരണ പ്രതിഷേധത്തോട് അതിവേഗം പ്രതികരിച്ച കേന്ദ്ര നടപടിയെ സംശയിച്ച് CPIM. CRPFനെ സുരക്ഷ ഏൽപ്പിച്ചതും ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയതും സർക്കാരും ഗൗരവമായാണ് കാണുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നും നേതാക്കൾ ഉന്നയിച്ചത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഗവർണറുടെ ശ്രമമെന്ന് CPIMും സർക്കാരും സംശയിക്കുന്നു. കേന്ദ്ര സുരക്ഷ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഗവർണർ പറയുന്നുണ്ടെങ്കിലും ഗവർണറുടെയും രാജ്ഭവന്റെയും ആവശ്യപ്രകാരമാണ് CRPF മിന്നൽ വേഗത്തിൽ സുരക്ഷ ഏറ്റെടുത്തത്. ഇക്കാര്യം സ്ഥിരീകരിച്ച് വാർത്ത പുറത്തുവിട്ടതും രാജ്ഭവൻ തന്നെ. നേരത്തെ ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. ആ കത്തിന്റെ പകർപ്പ് ലഭിച്ചിട്ടും പ്രതികരിക്കാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഇന്നലെ ഗവർണർക്ക് CRPF സുരക്ഷ നൽകാനുള്ള തീരുമാനമെടുത്തത്. ഗവർണറുമായി സന്ധിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് CPIM. CRPF അല്ല, പട്ടാളം വന്നാലും പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ വിഡ്ഢിവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് കൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പോയി ഒരു എക്സ് പോയി വൈ വരും. കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് LDF കൺവീനർ EP ജയരാജൻ കുറ്റപ്പെടുത്തി. കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. ഇത്
ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൽ കൈകടത്താൻ BJP ശ്രമിക്കുന്നുവെന്ന് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആരോപിച്ചു. വിഷയത്തിൽ സർക്കാരിനെയും ഗവർണറെയും തള്ളുന്നതാണ് പ്രതിപക്ഷ നിലപാട്. CRPFനെ ക്ഷണിച്ചു വരുത്തിയതാണെന്ന് കെ മുരളീധരൻ MP. അദ്ദേഹം ഭരണത്തലവനാണ്. ആ നിലയിൽ കുറെ കൂടെ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അതിനു പകരം തെരുവിൽ നടത്തിയ ഇന്നലത്തെ ആ കാര്യം അത് വളരെയധികം മോശമായിപ്പോയി. മുഖ്യമന്ത്രി CRPFനെ അപമാനിച്ചു എന്നാരോപിച്ച് കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷയുണ്ടെങ്കിലും രാജ്ഭവനിൽ പോലീസ് സുരക്ഷ തുടരും. കേന്ദ്രസേനയെ നിയോഗിച്ച ഉത്തരവ് ഔദ്യോഗികമായി ലഭിച്ച ശേഷം തുടർ തീരുമാനമെന്നാണ് സർക്കാരിന്റെ നിലപാട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് വേണ്ട രീതിയിലുള്ള സുരക്ഷ കിട്ടുന്നില്ല എന്നായിരുന്നു ഗവർണറുടെ പരാതി. പലതവണ പറഞ്ഞ പരാതിക്ക് പിന്നാലെ ഇന്നലെ നടന്ന നാടകീയ സംഭവങ്ങൾ കൂടിയായതോടെ കേന്ദ്രസേനയെ സുരക്ഷയ്ക്ക് നിയമിച്ചു. CRPFിലെ ഉദ്യോഗസ്ഥർ രാജ്ഭവനിൽ സുരക്ഷയ്ക്കെത്തിയത് ഇന്നലെ വൈകുന്നേരം മുതൽ. പള്ളിപ്പുറത്തു നിന്നെത്തിയ 31 അംഗ സംഘമാണ് ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത്. എന്നാൽ രാജ്ഭവൻ ഗേറ്റിന്റെ ഉൾപ്പെടെയുള്ള ചുമതല ഇവർ ഏറ്റെടുത്തിട്ടില്ല. CRPF സുരക്ഷ ഏർപ്പെടുത്തിയതായുള്ള കേന്ദ്ര ഉത്തരവ് ലഭിച്ച ശേഷമാവും പോലീസിന്റെ തുടർ തീരുമാനം. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിക്കും DGPക്കുമാണ് ഉത്തരവ് ലഭിക്കേണ്ടത്. ഉത്തരവ് വൈകുന്നതിന്റെ കാര്യം വ്യക്തമല്ല. സുരക്ഷയ്ക്കെത്തിയ CRPF ഉദ്യോഗസ്ഥർ രാജ്ഭവനുള്ളിൽ തുടരുന്നുമുണ്ട്. അതിനിടെ കേന്ദ്രസേനയ്ക്കുള്ള ചിലവ് സംബന്ധിച്ചും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. കേന്ദ്രം സ്വമേധയാണ് CRPFനെ നിയോഗിച്ചതെന്നാണ് ഗവർണറുടെ നിലപാട്. അതിനാൽ ചിലവ് സംസ്ഥാനം വഹിക്കേണ്ട എന്ന വിലയിരുത്തലിലാണ് സർക്കാർ. കേന്ദ്ര ഉത്തരവ് ലഭിച്ച ശേഷം ഇക്കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കും. സംസ്ഥാന സർക്കാർ ചെലവ് നൽകണമെന്നാണ് കേന്ദ്ര ഉത്തരവെങ്കിൽ രാജ്ഭവൻ അനുവദിച്ച തുകയിൽ നിന്ന് ഈടാക്കണമെന്നതാണ് സർക്കാർ നിലപാട്. 24 തിരുവനന്തപുരം. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ എയർ ഇന്ത്യയെ കുറ്റപ്പെടുത്തി മന്ത്രി V അബ്ദുറഹിമാൻ. വിദേശ വിമാന കമ്പനികൾ കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്തുമ്പോഴാണ് എയർ ഇന്ത്യ തീർത്ഥാടകരെ കൊള്ളയടിക്കുന്നതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. നിരക്ക് കുറയ്ക്കാൻ എയർ ഇന്ത്യയോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നെടുമ്പാശ്ശേരി കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് പോകുന്ന തീർത്ഥാടകർ 75,000 രൂപയാണ് അധികമായി നൽകേണ്ടത്. എയർ ഇന്ത്യയാണ് കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത്. കേന്ദ്രമന്ത്രിയോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടതായി മന്ത്രി V അബ്ദുറഹ്മാൻ. അവർ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളോടുള്ള അതേ നയം തന്നെയാണ് ഹജ്ജ് തീർത്ഥാടകരോടും എയർ ഇന്ത്യ കാണിക്കുന്നത്. അതിൽ മാറ്റം വരുത്തണം. യാത്രാ നിരക്ക് വർധന പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. നിരക്ക് കുറക്കാൻ എയർ ഇന്ത്യയോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഫെയർ കുറച്ച് കൊടുക്കണം. ഇപ്പോ ബാക്കി കാര്യങ്ങൾ പിന്നല്ലേ. കാരണം റെഡിയായി നിൽക്കുന്ന ആളുകൾക്ക് ഹജ്ജ് മുടങ്ങും. അല്ലെങ്കിൽ അതാണ് അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഇത്രയും വലിയ ഒരു ഭാരിച്ച ചെലവ് വഹിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഹജ്ജ് മുടങ്ങും. ഹജ്ജ് മുടങ്ങാതെ കേന്ദ്ര ഗവൺമെന്റ് നോക്കും. ഹജ്ജ് മുടക്കരുത്. കരിപ്പൂർ വിമാനത്താവളത്തെ അവഹേളിക്കുന്ന നീക്കമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. 24,000 ഹാജിമാരിൽ 70% ഹാജിമാരും കാലിക്കറ്റ് എയർപോർട്ട് മുഖേന പോകുന്നവരും ദരിദ്രരും പരമദരിദ്രരും പ്രായാധിക്യമുള്ളവരാണ്. ഇവരോടുള്ള ഈ കൊടും ക്രൂരതയിൽ കേരള മുസ്ലിം ജമാഅത്ത് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പരിഹാരം കാണണമെന്നാവശ്യപ്പെടുന്നു. യാത്രാ നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് കത്തയച്ചു. കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള നീക്കമാണെന്നാണ് വിവിധ സംഘടനകൾ ആരോപിക്കുന്നത്. 24 മലപ്പുറം. മണ്ണ് ഭൂമാഫിയ സംഘത്തിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. പോത്തൻകോട് SHO ഇതിഹാസ് താഹ, ASI വിനോദ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ നെയ്യാറ്റിൻകര DYSP അമ്മിണിക്കുട്ടൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ആരോപണങ്ങളിൽ കഴിഞ്ഞ ദിവസം 2 പേർക്കുമെതിരെ അന്വേഷണം നടത്തിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം കൊടുക്കുന്നതിനെ പറ്റിയുള്ള മണ്ണ് മാഫിയ സംഘത്തിന്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെയാണ് റേഞ്ച് IG R നിശാന്തിനി അന്വേഷണം പ്രഖ്യാപിച്ചത്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവ് കുത്തേറ്റു മരിച്ചു. തിരുനെല്ലായി സ്വദേശി ആറുമുഖനാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. തിരുനെല്ലായി സ്വദേശി കണ്ണനെ പാലക്കാട് സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജോർദാനിൽ US സൈന്യത്തിന് നേരെ ഡ്രോൺ ആക്രമണം. 3 സൈനികർ കൊല്ലപ്പെട്ടു. 25ഓളം പേർക്ക് പരിക്കേറ്റതായി പെന്റഗൺ. ആക്രമണത്തിന് പിന്നിൽ ഇറാൻ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. തൊടുപുഴയിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ 1-ാം പ്രതി സവാദിന്റെ DNA പരിശോധന നടത്താൻ NIA. പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം.
കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് രൂപീകൃതമായ സാമുദായിക സൗഹൃദ കൂട്ടായ്മയായ മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ ഹാർമണി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. മിഷ് ചെയർമാൻ PV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുസമദ് സമദാനി MP മുഖ്യപ്രഭാഷണം നടത്തി. MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. മതസാമുദായിക സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനുമുള്ള പൊതുവേദിയാണ് മിഷ് എന്ന് അധികൃതർ അറിയിച്ചു. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.